എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി നോക്കട്ടെ. ഇതിന് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വിജയ് സേതുപതി സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി വിത്ത് റൊട്ടി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഒരു ഉച്ചയായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ചർച്ചയൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായി. ശ്രീകുട്ടി ചിക്കൻ മുറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന് ചൊറിയുന്നുണ്ട്. അല്ല വട്ടച്ചൊറിയാന്നൊന്നും വിചാരിക്കണ്ട, കൊതുകാണ് കൊതുക്. പൊന്നിട്ടതാ പുകയ്ക്കാണ്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ചിക്കൻ മുറിച്ച് ചെയ്യില്ല. അപ്പുറത്ത് ചിക്കൻ മുറിക്കുന്നുണ്ട്, ഇവിടെ റൊട്ടിക്കുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെ മെയിൻ ഷെഫ് കേട്ടോ. ഷെഫ് മാത്രമല്ല നമ്മുടെ പരിപാടീൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. മീനോ എല്ലാവരും കൂടി നല്ല മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. കാരണം തിന്നേണ്ടതാണല്ലോ. സ്റ്റാർട്ടിങ് ട്രബിളാണ് അത് ഉണ്ടാക്കാൻ വൈകിയത്. ബാക്കിയൊക്കെ നല്ല സെറ്റാണ്. ഷെഫ് ഓഫ് ദ ഫാമിലി. അങ്ങനെ പറയല്ലേ മോനു, അത് കട്ടാക്കൂ. അല്ല മോനോ നിനക്ക് എന്തേ പറയണ്ടോ? ചപ്പാത്തി കുറച്ചൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തീ പിടിപ്പിക്കാന്ന് കുറേശ്ശെ ചുട്ടു തുടങ്ങാം. ചിക്കനൊക്കെ മുറിച്ച് കഴുകി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മസാല തയ്യാറാക്കാണ്. ക്യുമിനല്ലേ? grind. Okay. Yeah. Then we need to add these things into chicken. Okay. Then we need to fry. Then mix. We need to mix all the things. So first we need to cut the leaf. Okay. How to cut the leaf? We need katti or knife. We need a small knife and we need to cut this. Okay. After that we need to cut some chili. Then we need to why chilli cut? ചില്ലി എന്തിനു കട്ട് ചെയ്യണോ? കുത്തിയാ പോരെ? ഗ്രൈൻഡ് ചെയ്യാൻ പോലല്ലേ, അടിക്കണല്ലേ. ജസ്റ്റ് 2 പീസാക്കിയാ പോരെ. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ കളഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. That's all. Then we need to fry this thing. After that we need to make some gravy and chapati. Okay. Fine. Last ആർക്കാ വേണ്ടി? Need 2 families, sir. മല്ലിയില, ചില്ലി, അപ്പോൾ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ മല്ലി, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക്. ചിക്കു ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേട്ടാ. കുറച്ചുകൂടെ മതി. ഇനി ഉണ്ട് മുഴുവൻ എടുത്തോ. ഈ കറി ലീവ്സ് ഇട്ടീന്നോ? കറി ലീവ്സ് ഇല്ല. നമുക്ക് ആദ്യം കാര്യം ആയതുകൊണ്ട് എന്നിട്ട് എന്താ അതിന്റെ സിറ്റുവേഷൻ നോക്കാം. മനസ്സിലായോ? എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഉപ്പിട്ടിട്ടില്ല. ഇതിന് ഉപ്പിട്ടിട്ടില്ല. അതില് വീഡിയോയിൽ ഉപ്പില്ല. ഇതേതാ അവസാനം സാൾട്ട് കണ്ടത്? സാൾട്ട് ആരോട് പറയേണ്ട ആവശ്യമില്ല. സാൾട്ടും പിന്നെ മഞ്ഞപ്പൊടി ഇവിടെ വെക്കാൻ ഇത് വേണ്ട. എന്ത് വിറകല്ല എന്തെങ്കിലും ചട്ടി വേണം. അജിത്തെ മസാല പിടിച്ചിട്ടില്ല കേട്ടാ. ഒരു ചപ്പാത്തി വരുത്തുന്നു. പരിപാടി ഉണ്ടല്ലേ? സ്ഥലമില്ലല്ലോ. 3 വെക്കാം. ഞാൻ ഇത്രയും നേരം ചുട്ട് നല്ല വൃത്തിക്കായി. ഇവര് ആനി ക്യൂട്ട് എക്സ്പ്രഷൻ. ആനി ക്യൂട്ട്നെസ് ആരും ഇതിരുന്നു. മോനുദാ അതിന്റെ ഇടയിൽ കൂടെ ഒരു ചിക്കൻ പീസ് അടിച്ചു മാറ്റിട്ട് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഞാൻ വെച്ചിരട്ടെ ശ്രീകുട്ടി ഇത് ശ്രീകുട്ടിയെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താ വേണ്ട പറഞ്ഞു എന്താ സേതുപതി ചിക്കന് അപ്പോൾ അതാ ചപ്പാത്തി ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചിക്കൻ്റെ പരിപാടിയാണ്. ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്യാണ് വേണ്ടത്, പക്ഷെ ഞങ്ങളിവിടെ കുറച്ചുകൂടെ ഗ്രേവി ടൈപ്പാണ്, എന്നാലേ എല്ലാവർക്കും കിട്ടുള്ളൂ. എപ്പടി ഇருக்கு എന്നാ പിന്നെ പേസ്റ്റ് രൂപത്തിലാക്കിയാണ്ട് തന്നെ ഇതേമാതിരി ആക്കിയാളി. എന്നിട്ട് ചിക്കൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഗ്രേവി ഉണ്ടാക്കിയ ഇത് മോന് ഒറ്റക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കനാണ്. ഒരു മിനിറ്റ് ടേസ്റ്റ് നോക്കാനല്ലേ ടേസ്റ്റ് മതി നോക്കിയത്. ഉപ്പോട് ഉപ്പ് അവസാനം കിട്ടിയാ ഈ അല്ല ഇത് ഇക്കരോ. മയോണൈസ് ഉണ്ടാക്കുകയാണ്. മുട്ട, പിന്നെ അത് അതിലേക്ക് ലെമൺ ഒഴിക്കുന്നുണ്ട്, പിന്നെ സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ, മൊത്തത്തിലല്ല. എന്നിട്ട് അടിച്ചെടുക്കാം. പ്രൊഫഷണൽ രീതിയിലാണ് കേട്ടോ മയോണൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പൊന്നുട്ടൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ മയോണൈസും പിന്നെ ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത്. മയോണൈസ് കൊണ്ടേക്കും. ഇനി അടുത്ത് ഗ്രീൻ ചട്നി, അതിന് പുതിന, മല്ലിച്ചപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്, ജീരകം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഉള്ളി, ചെറുനാരങ്ങയുടെ നീര്. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചതിൻ്റെ ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. റൊട്ടി തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ബ്രെഡും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. പ്ലാനിങ് ഉച്ചയ്ക്ക് തുടങ്ങിയതാണെങ്കിലും അർദ്ധരാത്രി ആയപ്പോഴേക്ക് സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിടിക്കണല്ലേ. കറിന്റെ പേരെന്താ വെച്ചാൽ വെയിറ്റിംഗ് ജുത്തോണ്ട് പോയടാ. ഓ ഇട്ടത് അയത്തെ ഇങ്ങുണ്ടേ മോനോ എങ്ങനെയുണ്ട്? ചിക്കു, ശ്രീകുട്ടി, ആനി, ജിത്തോ, അച്ഛമ്മ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. സൂപ്പർ.